വിലക്കേറ്റമില്ലിവിടെ, സ്ത്രീപീഡനമില്ലിവിടെ, പവർ കട്ടുമില്ലിവിടെ, ദാരിദ്ര്യമില്ലിവിടെ, നാടാകെ സന്തോഷം, കേരളം ഒരു സ്വർലോകം. വർഗീയതയില്ലിവിടെ, കൊലപാതകമില്ലിവിടെ, കൈക്കൂലിയുമില്ലിവിടെ, അഴിമതിയൊരു തരിയില്ല, സമാധാനമുണ്ടിവിടെ, നാടാകെ സന്തോഷം. ഇതേതാ നാട്? നാടല്ല തിരുമേനി, കാടാ. കാടാ? കാടാണെന്നാ പറഞ്ഞത്, കാടാ. എന്നെ കാടാന്ന് വിളിച്ചോടാ മൂടാ. അതല്ല, ഇത് കാടാണെന്ന് പറയുകയായിരുന്നു. വനം, വനം, ഫോറസ്റ്റ്. കാട്ടുകള്ളന്മാർക്ക് ഫോറസ്റ്റ്, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം. തിരുമേനി, ഒരു കടുവ കരയുന്നുണ്ടല്ലോ. അതെനിക്കിട്ടായി. കടുവ ഏതാ പുലി ഏതാന്ന് തിരിച്ചറിയാത്ത പെടുവാ. എടാ ദാന ചിഹ്നം വിളിച്ചതാ. തിരുമേനിക്ക് നല്ല സെൻസാ. നോൺസെൻസ്. കൊറേ നേരമായി നടക്കാൻ തുടങ്ങിട്ട് ദിക്കേതാ ദിശ ഏതാ തെക്കേതാ വടക്കേതാ എന്റെ തലക്ക് യാതൊരു വെളിവില്ലല്ലോ. അത് പണ്ടേ ഇല്ലല്ലോ. എടാ മന്നബുദ്ധി, ഈ കാട്ടിൽ എത്ര മൈലുണ്ടെന്ന് അറിയോ? ഇല്ല. എങ്കിൽ ഞാൻ പറയാം, 170 മൈലുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കടുവ കാണും? അത് പറ. ഈ കാട്ടിൽ 170 മൈലുണ്ടെന്ന് തിരുമേനിക്ക് എങ്ങനെ മനസ്സിലായി? കാട്ടുപോത്തെ കണ്ടില്ലേ കല്ലേൽ എഴുതി വെച്ചിരിക്കുന്നത് 170 മൈലെന്ന്. MILE മൈല്. അത് മയിൽക്കുറ്റിയാ. ഇവിടത്തെ ടൗണിലേക്കുള്ള ദൂരം എഴുതി വെച്ചിരിക്കുന്ന, അല്ലാതെ മയിലും കുയിലൊന്നുമല്ല. വരുന്നത് പതുങ്ങിയാ. ഒതുങ്ങി നിന്നോ. വരുന്നു, അടുത്തടുത്ത് വരുന്നു. വെള്ളസാരിയും ചുറ്റി മുടി അഴിച്ചിട്ട് കണ്ണി കുടിച്ച് ഓരേൽപ്പിച്ച് ആരാന്നാ ചോദിച്ചേ? ഞാൻ മോശക്കാർക്ക് മോശക്കാരൻ. ആരാത്? ഏതീ കുമാരി? തിരുമേനിക്ക് മനസ്സിലായില്ലേ? കുമാരന്റെ കൂടെ ഒളിച്ചോടി പോന്ന പാവം വേണ്ട. ഇവളെ ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് കുമാരൻ വീട്ടിൽ പോയി. ദുഷ്ടൻ. മോളെ നീ ഏതാ? ഞാൻ അമാവാസി. ഞാൻ പാതാളവാസി. എന്റെ കൂടെയുള്ള ദരിദ്രവാസി. ആട്ടെ, നീ ആരാണെന്ന് പറഞ്ഞേ? ഞാൻ യക്ഷി. അയ്യേ, പ്രേതായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പറിച്ചു പോയി. തിരുമേനി, ഇവളെ ഞാൻ കെട്ടാം. ഈ പ്രേതത്തിന് കല്യാണം കഴിക്കാൻ പോവാ. പോടാ പിശാചേ. അതല്ല, നമുക്ക് ഇവളെ പിടിച്ച് മരത്തിൽ കെട്ടാമെന്നാ പറഞ്ഞത്. എങ്കിൽ പിടിച്ചോണ്ട് എന്ത് വൃത്തികടെ കാണിച്ചത്. നല്ല ഒന്നാന്തരം സീനായിരുന്നു. അതിന്റെ ഇടയിൽ കയറി കോളമാക്കി. ആരുവന്മാര് പിടിച്ച് പുറത്താക്ക്. ഈ സെറ്റ് ചെയ്ത് പുറത്താക്ക്. തിരുമേനി, ഇവിടെ സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു. നായികയാണ് നമ്മൾ മരത്തിൽ പിടിച്ച് കെട്ടാൻ നോക്കിയത്. ഡൂപ്പേ, ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. എന്തൊരു മുഖശ്രീ, എന്തൊരു ഗോശ്രീ, എന്തൊരു ലളിതശ്രീ, എന്തൊരു ബേബി ശാലീനത, എന്താ അച്ചടക്കം, എന്താ ഒതുക്കം. ഏതാ ഡൂപ്പ ആ പെൺകുട്ടി? ഷക്കീലാന്ന് വിളിക്കുന്നത് കേട്ടു. വക്കീലോ? വക്കീലല്ല, ഷക്കീല. കേരളത്തിലെ തുമ്പിയാ. ഇവന്മാര് പോയില്ലേ? വലിയ ശല്യമായല്ലോ. ഞങ്ങള് പോയിക്കോളാം. ഇവിടെ പാർക്കാൻ വന്നല്ലോ. പക്ഷെ അതിനു മുമ്പ് നിന്നൊന്ന് ഉപദേശിക്കാമെന്ന് കരുതി. എടാ ചപ്രത്തലയാ, താടിക്കാരാ, ഇങ്ങോട്ട് നോക്കണം മൊട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത 3-4 പെൺകുട്ടികളെ കാട്ടിൽ വിളിച്ചു വരുത്തി വെള്ളസാരിയും ചുറ്റിച്ച് പനയിൽ കയറ്റിയിരുത്തിയ കോമഡി പടമാകോടാ തെണ്ടി. മിസ്റ്റർ, ഇത് കോമഡി പടമല്ല, ഹൊറർ ചിത്രമാണ്. ഹൊറർ പ്രേത സിനിമ. അത് ശരി. അപ്പൊ നീയല്ല പ്രേത സിനിമകൾ പിടിച്ച് നാട്ടുകാരെ മുഴുവൻ ചിരിപ്പിച്ച് കൊല്ലണത്. എടാ കണ്ടക്ടറെ. കണ്ടക്ടർ അല്ല, ഡയറക്ടർ. എന്ത് കട്ടറെങ്കിലും ആട്ടെ. എടാ നിന്നിപ്പോ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ ഒരാൾ മാത്രം നിന്നെ വെറുതെ വിടില്ല. അതാരാ തിരുമേനി? സെൻസർ ബോർഡ്. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിൽ പോടാ പുല്ലേ. എന്റെ ഫോറസ്റ്റ് ഭഗവതി, തപ്പ്. ഈ ഇരുട്ടത്ത് തപ്പി നടക്കാൻ എന്ത് സാധനം നിന്റെ കളഞ്ഞു പോയത്? അതല്ലേ തിരുമേനി, തപ്പ് തകില് പാദസരമേള കേൾക്കുന്നു. കാട്ടുമങ്കന്മാർ നമ്മളെ എതിരേൽക്കാൻ വരുന്നതായിരിക്കും. കാട്ടുമങ്കന്മാരല്ല, കാട്ടുമങ്കിമാരാ. കണ്ടില്ലേ മരത്തിൽ കിടന്ന് ചാടി കളിക്കുന്നത്. ഹായ്. തിരുമേനി,
ദൂരെ ഒരു പന്തം. ദേ വരുന്നൊരു കുന്തം. ഇതെന്താ കുന്തയുദ്ധമാണോ? പന്തവും കുന്തം കണ്ട അന്തം വിട്ടു നിൽക്കാതെ നീ നിന്റെ തടി നോക്കടാ. ഓടാ. രക്ഷയില്ല തിരുവേലി. ചുറ്റിനും കുന്തം കൊണ്ട് വേലി കെട്ടി. വയ്യാവേലിയാണോ? വയ്യാവേലിയല്ല, കുന്തവേലി. ഡൂപ്പേ, തലയിൽ പപ്പും പൂടിയും പിടിപ്പിച്ച് ഇലകളെ കൊണ്ട് തലസം തയ്പ്പിച്ച് കയ്യിൽ അമ്പും മില്ലും പിടിച്ച് നിൽക്കുന്ന ഈ പിശാചുക്കളേതാ? നിന്റെ റിലേഷനാ? തിരുവേലി കാട്ടാളന്മാരാ. ഭോജികൾ, ഭോജികൾ, നരഭോജികൾ, മാംസമുക്കുകൾ, വെജിറ്റബിൾസ്. ഇവരുടെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ തിരുവേലി. ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഹേ കാട്ടാളാ. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അവർക്ക് കാര്യം മനസ്സിലാവണ്ടേ. ഞാൻ മാവേലി. ആ അത് തന്നെ അത് തന്നെ. ഞാൻ ഡ്യൂപ്പാ. തിരുവേലി ഇവരെന്നെ സൂപ്പാക്കും. എന്നെ കാട്ടാളം പറഞ്ഞേ എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിടാൻ എന്നെ പിടിച്ച് കെട്ടത് തിരുവേലി. പറ തിരുവേലി പറ. പറ തറ തല വല പര. നീ തന്നെ പറഞ്ഞു നീ ഡൂപ്പാന്ന്. എന്റെ പൊന്നു കാട്ടാള പ്രദേശ് ഞാൻ ഡ്യൂപ്പാണ്. ഡ്യൂപ്പാ ഡ്യൂപ്പാ. പെട്ടു തിരുവേലി പെട്ടു. നമ്മൾ രണ്ടാളും ഇവരുടെ കയ്യിൽ പെട്ടു. തിരുവേലി ഇവരെന്നെ കെട്ടി തൂക്കി. വെടിവെച്ച് കേട്ടപ്പോ എല്ലാവരും ഓടിയല്ലോ. ആരാ വെടിവെച്ചേ? ആരാ വെടിവെച്ചെന്ന്? நான் தான் வெடிகுண்ட போட்டது. നീ ആരാ? நான் அப்பன். ആരപ്പൻ? இந்த ஊர் மக்களுக்கு நான் பெரியப்பன். என் பேரு வீரப்பன். അപ്പൻ ഇപ്പൊ വന്നതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയി. അല്ലെങ്കിൽ എപ്പോഴേ ഫ്രൈ ആയേരെ. எனக்கு தெரியும் நீங்க ஒரு மன்னன், மாவேலி மன்னன். நான் ரொம்ப கேள்விப்பட்டிருக்கு. എന്നെ അപ്പന് മനസ്സിലായല്ലോ. എനിക്ക് ഇഷ്ടായി. ஐயா நீங்க பறிக்கும் போது மனிதரெல்லாம் ஒரே மாதிரி. ஆனா இப்போ எல்லாரும் ஒரு மாதிரியாச்சையா. അപ്പൊ നിനക്ക് എല്ലാ വിവരം അറിയാലേ? எனக்கு எல்லாமே தெரியும் மாவேலி. இந்த காடு ரொம்ப மோசம். அந்த கேரள நாடும் அதுக்கப்புறம் மோசம். ஆனா இந்த ராத்திரி நீங்கள் இங்க தங்க கூடாது. നിങ്ങൾക്ക് எங்க போகணுமா அங்கே நான் அனுப்பி வைக்கிறேன். சொல்லு. എന്റെ പൊന്ന് നല്ലവനായ വീരപ്പ. വീരു, എല്ലാ കൊല്ലവും എന്നെ കൊണ്ടുവരാൻ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം ടീം എത്താറുണ്ട്. அப்படியா? പക്ഷെ ഈ പ്രാവശ്യം അവരെ കാത്തു നിൽക്കാതെ ഈ ഡൂപ്പിന്റെ വാക്കും കെട്ടി നേരത്തെ പോന്നു ഓണം കൂടാൻ. சொல்லு. இப்ப எங்க போனோம்? നാട്ടിലെ ക്ലബിന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ടതാ. ஆமா. ഇനി എങ്ങനെ അവിടെ എത്തിപ്പെടുവാവോ? கவலைப்படாதே சகோதரா. டேய் முத்தையா. சொல்லய்யா. தங்கவேலு. என்னையா? இந்த மாவேலி மன்னனையும் டூப்பு பைத்தியக்காரனையும் ஜீப்பில் ஏத்தி அந்த கிளப்பில் அனுப்பி வை சீக்கிரம். അതെ ഞാൻ എത്തി. ഹായ് മാവേലി. മാവേലി വന്നേ മാവേലി വന്നേ മാമനെ കണ്ടാൽ മെതിയടിയുണ്ടേ കുടവയറുണ്ടേ മാവേലി മാമനൊരു ഓലക്കുടയുണ്ടേ. പാടണ്ടേ പാടണ്ടേ ഊഞ്ഞാലാടി രസിക്കണ്ടേ. അയ്യോ തകുത്തി വീഴല്ലേ ചേട്ടന്മാരെ. മാവേലി കണ്ടാൽ നാണക്കേടാ. മാവേലി മാവേലി ഓണത്തിനെത്തണ മാവേലി. മാവേലി 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 സോറ മാവേലി. മാവേലി വന്നല്ലോ വല്യപ്പ ഒന്ന് കൂടണ്ടേ. അടിക്ക് ചങ്ങ പൊളിക്ക് ചങ്ങ ഓണത്തിന്റെ അന്ന് കലക്ക് ചങ്ങ. കളിക്കും ഞങ്ങ ചിരിക്കും ഞങ്ങ പായസം കുടിച്ച് നടക്കും ഞങ്ങ. മാവേലി മാവേലി കഷ്ടപ്പാടാ മാവേലി. ഓണത്തപ്പ കുടവയറ റേഷൻ വാങ്ങാൻ കാശില്ല. മാവേലി മാവേലി കഷ്ടപ്പാടാ മാവേലി. ആവു വന്നിറങ്ങിയപ്പോ തന്നെ കഷ്ടപ്പാടിന്റെ കഥകളാണല്ലോ കേൾക്കണേ. പ്രിയപ്പെട്ടവരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ വിശിഷ്ടാതിഥി മാവേലിയും ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. യോഗ നടപടികൾ ആരംഭിക്കുന്നു. മതി 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 മതി. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥനക്ക് ആള് വന്നിട്ടില്ല. അപ്പൊ ഈശ്വര പ്രാർത്ഥന ഇല്ല, ക്യാൻസൽ. അടുത്തായിട്ട് സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ലബിന്റെ രക്ഷാധികാരിയും ട്രൗസറുമായ ട്രഷറർ അതുമായ സർവോപരി ക്ലബ് അടക്കി ഭരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ ശ്രീ വല്ലഭനെ ഞാൻ സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. വല്ലവനെ കൊണ്ടും സംസാരിപ്പിക്കാതെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് സംസാരിപ്പിക്കണോ? നല്ലവനായ വല്ലഭനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മന്ത്രി, അമ്പലത്തിലിരിക്കുന്ന തന്ത്രി, അറ്റത്തിരിക്കുന്ന അധ്യക്ഷ, മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷ, അവശിഷ്ടാതിഥികളെ, മറ്റുച്ചിഷ്ടങ്ങളെ, ഓണാഘോഷത്തോടനുബന്ധിച്ച് കൂട്ടം കൂടി വായും പൊളിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഓണം? എന്നാണ് ചിങ്ങം? അത്തഞ്ചിത്ര ചോദി ഞാൻ ചോദിക്കാണ് സുഹൃത്തുക്കളെ. ഓണം ഒരു ഓണമാണ്. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആർപ്പോ ഇറോ എന്നും പറഞ്ഞ് കിടക്കപ്പായ
പായിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം തന്തയുടെ മുഖത്ത് നോക്കി എന്നെ വിടറോ എന്നും പറഞ്ഞ് തോർത്തും സോപ്പും എടുത്ത് ഞാൻ പുഴയിൽ പോയി മുങ്ങിക്കുളിക്കുമായിരുന്നു. കുളിയും കഴിഞ്ഞ് തങ്കഭസ്മ കുറിയുമിട്ട് പുളിയിലെ കര മുണ്ടുമെടുത്ത ഈറനോടെ മാവേലി മന്നനെ എതിരേൽക്കാൻ സെന്റ് മേരീസ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു ഞാൻ. കുർബാനയും കൂടി വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മറപ്പടിയിൽ എന്നെയും കാത്ത അപ്പൂപ്പനിരിപ്പുണ്ടാവും സുഹൃത്തുക്കളെ. എനിക്ക് ഓണത്തിന് വിഷ്കൈനീട്ടം തരാൻ ആ കൈനീട്ടവും വാങ്ങി ഞാൻ കൂട്ടുകാരെയും വിളിച്ച് ആഘോഷമോടെ ക്രിസ്മസ് കൊണ്ടാടാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അന്ന് നിങ്ങൾക്കറിയോ, അന്ന് ഉച്ചക്ക് ഞങ്ങൾ ഒന്നിച്ചുകൂടി തൂച്ചിരല വെട്ടി അതിൽ ചിക്കനും മട്ടനും പായസവും അടിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് പാട്ടും പാടി ക്രിസ്മസ് കേക്ക് മുറിക്കും. ഓണത്തപ്പാ കുടവേറ, ഇന്നു വ്യാഴാഴ്ച, നാളെ ദുഃഖവെള്ളിയാഴ്ച. അന്നുള്ള ഓണത്തല്ല് കാണാൻ എന്ത് രസമായിരുന്നു സുഹൃത്തുക്കളെ. ഇന്ന് ഓണത്തല്ലുണ്ടോ? ഉണ്ടടാ ഉണ്ട്. ഓണത്തല്ല് ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? ഉണ്ടടാ. നീ ആരാന്ന് പറഞ്ഞേ? പഞ്ചായത്ത് പ്രസിഡന്റ്. എടാ പ്രസിഡന്റ് പഞ്ചായത്തെ, എത്തോ? നിന്റെ കുട്ടിക്കാലത്ത് നീ പുളിയലക്കര മുണ്ടും തങ്കഭസ്മക്കുറിയും തേച്ച് നടന്നപ്പോ ഒരു സാധനം നിന്റെ ചെവിയിൽ വെക്കാൻ മറന്നു. എന്ത് സാധനം? ചെമ്പരത്തിപ്പൂ. നിനക്ക് പ്രാന്തടാ പ്രാന്ത്. സുഹൃത്തുക്കളെ, അടുത്തായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹു രണ്ട് കുത്തു മന്ത്രിയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച വിവരം അറിഞ്ഞ ഉടനെ പെട്ടിയും തൂക്കി ഡൽഹിക്ക് പോയി തെരഞ്ഞെടുപ്പുണ്ടെന്ന് അറിഞ്ഞ് ഇദ്ദേഹം ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. മന്ത്രിയെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ മണ്ഡലത്തിലെ പൊന്നോമനകളെ, ഞാൻ നിങ്ങളെ മറന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ മനഃപൂർവ്വമാണ് നിങ്ങളെ കാണാൻ വരാത്തത്. കാരണം ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കാണാൻ എനിക്ക് കഴിയില്ല. കാര്യം എനിക്ക് തൊലിക്കട്ടി ഉണ്ടെങ്കിലും ഇത് കാണാനുള്ള മനക്കട്ടി തീരെയില്ല. അങ്ങ് ഡൽഹിയിലെ AC റൂമിലിരുന്ന് രണ്ട് കയ്യിൽ ചിക്കൻ കാലും കടിച്ചു പറിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയും, ദൈവമേ, നിങ്ങൾക്കിത് തിന്നാനും കുടിക്കാനുള്ള യോഗമില്ലാതായി പോയല്ലോ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കൂ. ഗതി കെട്ടാ നിങ്ങളെ കാണാതിരിക്കാൻ എന്നെ വീണ്ടും ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയക്കൂ പ്ലീസ്. നീ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് ഞങ്ങൾ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി നീ എന്താണ് ചെയ്ത? അങ്ങനെ പറയരുത് വല്യപ്പ. ഞാൻ ഈ നാടിനും നാട്ടാർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ. വിലക്കേറ്റമില്ലിവിടെ, സ്ത്രീപീഡനമില്ലിവിടെ, പവർ കട്ടുമില്ലിവിടെ, ദാരിദ്ര്യമില്ലിവിടെ, നാടാകെ സന്തോഷം, കേരളം ഒരു സ്വർലോകം. വർഗീയതയില്ലിവിടെ, കൊലപാതകമില്ലിവിടെ, കൈക്കൂലിയുമില്ലിവിടെ, അഴിമതി ഒരു തരിയില്ല, സമാധാനമുണ്ടിവിടെ, നാടാകെ സന്തോഷം. പകമുത്തു പകൽ നേരം ഒരു സ്കൂളിൽ പകയോടെ എത്തും ചിലർ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പകച്ചങ്ങു നിൽക്കുമ്പോൾ നടത്തുന്നു കൊലപാതകം. അതിനുടനടി മറുപടി കൊടുക്കും ഈ നാട് മൊത്തം നരഹത്യ. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ പാർട്ടി രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉയർത്തും. അയ്യോ നാട് മുടിക്കല്ലേ, ഓ തല്ലാനും കൊല്ലാനും വേണ്ടിട്ടോ രാഷ്ട്രീയം, തല്ലാനും കൊല്ലാനും വേണ്ടിട്ടോ രാഷ്ട്രീയം. ചിതറുന്ന ചോരയ്ക്ക് നിറമെല്ലാം ഒന്നല്ലേ, തല്ലല്ലേ കൊല്ലല്ലേ നാം എല്ലാം ഒന്നല്ലേ. സമാധാനമുണ്ടിവിടെ, നാടാകെ സന്തോഷം. വിലക്കേറ്റമില്ലിവിടെ, സ്ത്രീപീഡനമില്ലിവിടെ, പവർ കട്ടുമില്ലിവിടെ, ദാരിദ്ര്യമില്ലിവിടെ.
നിലകൊള്ളും കോടതി വിധി പോലും കാറ്റിൽ പറത്തും ചില ബന്ധുന്നു പോയപ്പോൾ ഹർത്താല് വന്നല്ലോ ഇനി എന്തു കുന്ത്രാണ്ടമാ പുക വലിച്ചോനെ പോലീസുകാർ ആ പിടി വാങ്ങി സാറുമാരെ പിന്നെ ഹെൽമെറ്റ് വേണമെന്ന് അത് വാങ്ങിച്ചപ്പം വിധി പിൻവലിച്ചു ഇത് മൊത്തം തരികിട കളിയാണേ ഓ എന്തിനും ഏതിനും കാറുള്ളൊരു നാടല്ലേ എന്തിനും ഏതിനും കാറുള്ളൊരു നാടല്ലേ കാർഡും കൊണ്ടോടുന്നു പേടിച്ച് പാവങ്ങൾ ആ കാർഡ് ഈ കാർഡ് അവസാനം കേവാർഡ് കേരളം ഒരു സ്വർലോകം, ഹായ് നാടാകെ സന്തോഷം. ഈ നാട്ടിൽ ജീവിക്കാൻ എങ്ങോട്ടു തിരിഞ്ഞാലും ബിരുദങ്ങൾ എടുത്താലും പണിയില്ലാതൊരുപാടെണ്ണം പണമുള്ളോനാണേലുള്ളത് പോരാ പണമില്ലാത്തോനെ തൂങ്ങിച്ചാകാൻ പോടാ ഉവ്വാ, 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 ഉവ്വാ. ഉവ്വാ, ഉവ്വാ. അയ്യോ അയ്യോ ഞാനിതങ്ങനെ സഹിക്കും പൊന്നെ. ഇന്നലെ 7:00 കൂടി കണ്ടതാണല്ല, ഇത്ര പെട്ടെന്ന് തീരുമെന്ന് കരുതിയില്ല. കഴിഞ്ഞിട്ടാ ചേടത്തി എല്ലാം തകർന്നു പോയല്ല പൊന്നെ. ഇത്രയും പെട്ടെന്ന് തിരുവറിഞ്ഞെങ്കിൽ പുണ്യാളന് കത്തിക്കാൻ 30 മെഴുകുതിരി മേടിച്ച് 2 കത്തിച്ച് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടാ പൊന്നെ. അയ്യോ എല്ലാ ദിവസവും 7:00 വന്ന് ഞങ്ങളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ടെൻഷൻ അടിപ്പിച്ചും പോണതാണല്ല പൊന്നെ. ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ഇപ്പൊ പല കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞിട്ട് പോയല്ല മഹാഭാവി വിജയ, എന്തിനാടാ നോക്കെടുത്തത്? എന്റെ ഇന്ദുവോള ഇത്ര നാള് കഷ്ടപ്പെടുത്തിയില്ലടാ ദുഷ്ട. എന്റെ ചന്ദ്രേട്ടാ പിള്ളേരെ നോക്കണേ, അവർക്ക് ആരും ഇല്ലട്ടാ പൊന്നെ. ഏത് പിള്ളേരടി നോക്കേണ്ടത്? ആരടി നിന്റെ ഈ വിജയൻ? ഏതാടി നിന്റെ ഈ ചന്ദ്രേട്ടൻ? അയ്യോ തീർന്നു പോയി മനുഷ്യരെ, തീർന്നു പോയി കേട്ടാ. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് കരയണത്? നിന്റെ അപ്പൻ ചത്ത? അപ്പം ചത്ത എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവൂലായിരുന്നു പൊന്നെ. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് കരയണതെന്താ? ശ്രീ സീരിയലി തീർന്നു പോയി പൊന്നെ. അത് ശരി, സ്ത്രീ സീരിയലിൽ തീർന്നതിനാണ് ഇങ്ങനെ കിടന്ന് കരയണത്. എടി ഒരു സ്ത്രീ തീർന്നാൽ എന്താ? 3 സ്ത്രീകളല്ലടി പാന്റും കളസോട്ടും ജ്വാലയായിട്ട് വരണത്. ആണാ? ഓ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അല്ല പിന്നെ എന്ത് പറ്റി? എന്താ ഇവിടെ ഒരു കരച്ചിലും ബഹളവും കേൾക്കണത്? നീ ഒറ്റൊരുത്തങ്കാരനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചേട്ടൻ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ? എടാ നീയല്ലടാ ഈ വീട്ടിൽ കേബിൾ ടിവിയുടെ കണക്ഷൻ കൊടുത്തത്. ചേട്ടൻ എന്താ പറഞ്ഞത്? അത് നിങ്ങൾ ഇങ്ങനെ തമ്മി സരിക്കുമ്പോ മകരസം പറയാതെ ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കേ, അല്ലെങ്കിൽ പരാതി എഴുതി പാട്ടുപെട്ടില്ലടി ചേട്ടാ. അയ്യോ കരച്ചിലേക്കല്ലോ. നമ്മുടെ കാതർക്കാരന്റെ വീട്ടിൽ നിന്ന് വാ പോയി നോക്കാം. എല്ലാവരോടും സഹകരിച്ചാണ് കയറ്റി പെട്ടെന്ന് കൊണ്ടുപോവാ. എന്താ ഇവിടെ ഒരു ബഹളം? തിരുമേനി, ആ വീട്ടിലെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതെ ചേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നും പറയണ്ട, അപ്പുറത്തെ വീട്ടിലെ കാതർക്കാൻ സുഖൂലാണ്ട് കിടക്കായിരുന്നു. ചിലപ്പോ ചത്ത് കാണും. പാവം, അതിലും വലുതെന്തോ വരാനിരുന്നതാ. നമുക്ക് ആ മരിച്ച വീട്ടിൽ പോയി ഒരു മംഗളാശംസ പറഞ്ഞിട്ട് പോരാ. തിരുമേനി, മരിച്ച വീടെന്താ ചത്ത വീട് പോലെ കിടക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? കാതർക്കം മയ്യത്താന്ന് പറഞ്ഞിട്ട് ദേ ഇരിക്കണു. നമ്മള് മയ്യത്തായി ആരാ പറഞ്ഞേ? അപ്പൊ കരച്ചിലും ബഹളും കാറിന് കൊണ്ടുപോയതും അത് നമ്മളല്ല, ടിവിനെയാണ് കാറിൽ എടുത്തോണ്ട് പോയത്. ടിവി കംപ്ലൈന്റ് ആയപ്പോ കേട്ട കരച്ചിലാണത്. അത് കൊള്ളാം. കാതർക്കയ്ക്ക് സുഖം തന്നെയല്ലേ? പിന്നെ പരമ സുഖല്ലേ. ഓ വിധിയേ. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും, ആ ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്.
മടങ്ങണ്ണ ചെയറിന്മ കുനി കുടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ്ണ ചെയറിന്മ കുനി കുടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനേടാ. ഓരോരോ കാലന്മാർ സീരിയല് പിടിക്കും. ഇവിടുള്ള പെമ്പിള്ളേരത് കാണാനായിരിക്കും. ഹലാക്ക് ഹലാക്ക് ഹലാക്കിത്, ഹലാക്ക് ഹലാക്ക് ഹലാക്കിത്. വിശന്ന് പൊരിഞ്ഞ് തളർന്ന് ഞാൻ ഈ ടി വി ഉള്ളത് ഇപ്പൊ വലിയ പൊല്ലാപ്പെടോ. അടങ്ങി ഒതുങ്ങി കിടക്കടോ, അവിടെ ഞാൻ കുനിക്കൊടി ഇരിക്കടോ. സമയം ചാരുലതി കഴിഞ്ഞിട്ട് വല്ലതുണ്ട് വെച്ചുണ്ടാക്കി തരാമടോ. ഇടിയും വെട്ടി മഴയും വരണില്ലേ, ഇടക്കിടക്ക് കറണ്ടും പോണില്ലേ. ഈ ടി വി കക്കാനായൊരു കള്ളനും വരണില്ലേ. എനിക്ക് ഏത് നേരത്ത് തോന്നിയതാണ് ഈ ടി വി വാങ്ങി വയ്ക്കാൻ. പെടക്കല്ല കിളവ അടങ്ങിയിരി, അവിടെ ഞാനും ഒതുങ്ങിയിരി. ഉച്ചക്കത്തെ സീരിയൽ തുടങ്ങാറായി, കൊച്ചുങ്ങളെ നോക്കി അവിടെ ഇരി. വാർത്ത തുടങ്ങുമ്പോൾ നിർത്തും ടി വി, അപ്പ കഞ്ഞി തരാം. ഒരു കെട്ട് പീടി എടുത്തു തരാം, ഒരുമിച്ച് കത്തിച്ച് പുകച്ചു വിട്. വലിവുള്ള എന്നെ വാവടുത്തപ്പം മടിയാക്കാനാണോടി. പൊല്ലാപ്പ് പൊല്ലാപ്പ് പൊല്ലാപ്പിത്, വല്ലാത്ത വല്ലാത്ത പൊല്ലാപ്പിത്. പൊല്ലാപ്പ് പൊല്ലാപ്പ് പൊല്ലാപ്പിത്, ഈ കിളവന്റെ കാര്യം ഇപ്പൊ പൊല്ലാപ്പിത്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിന്മ കുനി കുടി ഇരുന്നിട്ടും മടുത്തപ്പോ മോനെ എനിക്ക്. ഓ മരുമകളെ, നീ മരുമകളെ. ഓ പാപ്പച്ചിയെ പൊന്നു പോലെ നോക്കണം മരുമോളെ. ശ്വാസം മുട്ടണ് മോളെ, എന്റെ മരുന്നൊന്ന് എടുത്തോണ്ട് പാടിയേ. എനിക്കൊന്നും പറ്റത്തില്ല പാപ്പാ, ഇപ്പൊ സ്നേഹസീമ തുടങ്ങണ നേരമായി. രാവിലെ തുടങ്ങണ സീരിയല്, കൊല്ലങ്ങളെ തീരാത്ത സീരിയല്, ലോകാവസാനം വരെയും നീളണ് സീരിയല്. ഈ സീരിയൽ മൊത്തം ഇന്ന് കണ്ടാലോ തലയ്ക്ക് വെളിവ് കേട്. പ്രേയസി മാനസി ചാരുലത, ദേവത സ്ത്രീ പെയ്തൊഴിയാതെ ഈ വക സീരിയൽ വന്നെന്നാൽ പരിസരം മറക്കണ് പെണ്ണുങ്ങൾ. കുഞ്ഞിന് കഞ്ഞി കൊടുക്കാൻ പോലും അവർക്കിന്ന് ടൈമില്ല. ഞെട്ടിക്കുന്ന ഭീകര സീരിയലുകൾ കണ്ട് പൊട്ടി പൊട്ടി ചിരിക്കണു ഭീകിരികൾ. കണ്ണില്ലാത്ത കിളവനും കിളത്തിയും പറയും വെയ് 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 ജയ് ഹനുമാൻ. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിന്മ കുനി കുടി ഇരുന്നിട്ടും മടുത്തപ്പോ മോനെ എനിക്ക്. ഒടുക്കത്തെ പാട് എന്റെ കഷ്ടപ്പാട്, ഇവിടത്തെ മേടിത് മടുത്ത്. പിടിപ്പെട്ടി എടുത്തിട്ട് നിലത്തെറിഞ്ഞുടച്ചിട്ട് നാട് വിട്ടു പോകും ഞാൻ. ഓരോരോ പാർട്ടിക്കാർ ചാനലു തുടങ്ങും, അതും കൂടി കണ്ടിട്ട് ചാകാനാണ് വിധി. പൊല്ലാപ്പ് പൊല്ലാപ്പ് പൊല്ലാപ്പിത്, ഹലാക്ക് ഹലാക്ക് ഹലാക്കിത്. വിശന്നു പൊരിഞ്ഞ് തളർന്ന് ഞാൻ ടി വി ഉള്ളതിപ്പ വലിയ പൊല്ലാപ്പെടോ. പൊല്ലാപ്പ് പൊല്ലാപ്പ് പൊല്ലാപ്പിത്, വല്ലാത്ത വല്ലാത്ത പൊല്ലാപ്പിത്. സഹിച്ച് ക്ഷമിച്ചു മടുത്ത് ഞാൻ ഇത് നാട്ടുകാരെ കൊടുക്കണ കൊല്ലാക്കൊല. എന്റെ ദൈവമേ, ഈ മുടിച്ച കാലിന് കൂടെ പൊറുക്കാതിരുന്നിട്ട് എനിക്കൊരു ഭേദഗതിയില്ലല്ലോ. എന്ത് പറഞ്ഞാലും തിരിച്ച് പഴഞ്ചൊല്ലല്ലാതെ തിരുവാതിരൊരു നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. താൻ ഇന്നത്തെ കൊണ്ട് തന്നെ പഴഞ്ചൊല്ലി നിർത്തിയേക്കണം. അണ്ണാ മൊത്താലും മരം കയറ്റാൻ മറക്കോടി. ഓ തുടങ്ങി. എടാ തന്നോടല്ലേ പറഞ്ഞത് പഴഞ്ചൊല്ലി പറയരുതെന്ന്. ഇനി താൻ പഴഞ്ചൊല്ലി പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വിഷം കുടിച്ച്
എടി ആന കൊടുത്താലും ആച്ച കൊടുക്കാത്തടി. ഈശ്വരാ, ഏത് നേരത്താണ് എനിക്ക് ഈ മനുഷ്യനെ കെട്ടാൻ തോന്നിയത്? എടി എടി ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഇക്കണക്കിൽ പോയി ഓലക്ക് തന്റെ പുറത്ത് കിടക്കും. എടി എടി വെടിക്കെട്ടുകാരന്റെ മാന ഉടുക്കൊട്ടി പേടിപ്പിക്കാതടി. എടോ, തനിക്ക് വല്ല പണിക്ക് പോയിക്കോളൂ. എടി ആരെങ്കിലും ഞാൻ ആരെങ്കിലും തൊഴുത്തി കെട്ടോടി. എടോ, താൻ ഈ തൊഴുത്ത് കയറി നിൽക്കാതെ വല്ല പാടത്തോ പറമ്പിലോ പോയി കളിച്ച് 10 കാശുണ്ടാക്കാൻ നോക്കൂ. എടി ആന ചത്താലും നിന്നാലും 12,000 ആട്ടി. 12,000. 12,000 പോയിട്ട് 10 നയ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ? പൊന്നും കൂടത്തിന് എന്തിനാടി പൊട്ട? ഓ, പൊട്ടല്ല, തനിക്ക് വട്ട. മടുത്തു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാം. എടി അട്ടയെ പിടിച്ച് മെത്തെ കിടത്തി അത് കിടക്കോടി. അത് പിന്നെയും പൊട്ടക്കുളത്തിലേ പോകുള്ളടി. ദേ, എന്നെ പറഞ്ഞു. പക്ഷെ എന്റെ കുടുംബക്കാര് പറഞ്ഞിട്ടുണ്ടല്ലോ. അറിയാലോ എന്റെ ആങ്ങളെ. അവൻ വന്ന പിന്നെ നല്ല പുളിച്ച നല്ല ചീത്ത പറയും. കൊരക്കട പട്ടി കടിക്കൂലടി. അയ്യോ, ഇയാൾക്ക് മുഴുവൻ ഭ്രാന്താ. ചേച്ചി ചേച്ചി, ഈ പഴഞ്ചൊല്ലി പത്മനാഭന്റെ വീടല്ലേ? വീട് തന്നെയാ. അങ്ങനെയല്ലേ, ചത്തുപോയി. ഒരാൾക്കും ഇങ്ങോട്ട് വരണ്ട. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങാടിത്തോട്ടയുടെ അമ്മനെ തല്ലിട്ട് കാര്യമില്ലടി. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ. ഞാൻ തന്നെയാണ് ബനാന ടോക്ക് പത്മനാഭൻ. ബനാന ടോക്കോ? ആടാ പഴഞ്ചൊല്ലി പത്മനാഭൻ. ചേട്ടാ ഞങ്ങൾ നടന്നു മടുത്തു. ഇരുന്നോട്ടെ. ഇരുന്നോ, പക്ഷെ ഇരിക്കും മുമ്പിൽ നീ കാല് നീട്ടരുത്. ചേട്ടന്റെ പ്രസിദ്ധി കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ച ഒരു വലിയ വീടായിരിക്കുമെന്ന്. ഇത് വീട് ചെറുതും പേര് വലുതുമാണല്ലോ. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാടാ. പിന്നെയും പഴഞ്ചൊല്ലി. പഴഞ്ചൊല്ലി പതിരില്ല മക്കളെ. അല്ല ചേട്ടാ, ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങളൊരു പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. ഗതികെട്ടാ പുലി പുല്ലും തിന്നുമടാ. കേട്ടോ, ഞങ്ങളുടെ പത്രം മറ്റുള്ള പത്രങ്ങളെ കടത്തി വെട്ടണം. കാക്ക വിളിച്ചാ കൊക്ക ആകുവാടാ, കൊക്ക ആകുവാടാ. അല്ല ചേട്ടാ, ഞാൻ ഇവനും ചേർന്നാണ് തുടങ്ങുന്നത്. അറിയാത്ത പുള്ള ചൊറിയും പറയും. വിനാശകാലേ ഓപ്പോസിറ്റ് ബുദ്ധി. ചേട്ടോ, ഞങ്ങൾ ചെറിയ തോതിലാണ് പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പത്രത്തിന് പേപ്പർ വളരെ കുറവാണ്. വാർത്തകളൊക്കെ വളരെ ചുരുക്കിയേ കൊടുക്കാവൂ. ഉദാഹരണത്തിന് ഒരു മന്ത്രി വിദേശ യാത്രയ്ക്ക് പോയി 1 മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. ഇതൊന്ന് എഴുതണമെങ്കിൽ ഇത്ര ഒന്നും പറയണ്ട, ഒറ്റ വാക്കി പറയാ. ആരാ പോയത്? മന്ത്രി. എഴുതെടുത്തോടാ. പൊട്ടൻ ചെന്നൊക്കെ പോയി. ചേട്ടാ, ഈ പ്രശസ്ത സാഹിത്യകാരന്മാർ മതം മാറുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച്? ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യടാ. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ത്രീകൾ മുറവിളി കൂട്ടുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് നമുക്ക് എന്താ എഴുതേണ്ടത്? എടാ, ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെ ചാടിയാ ചട്ടിയോളം. അല്ല, ഈ ലീഗും CPM തമ്മിലുള്ള രാജ്യസഭയിൽ കൂട്ടുകെട്ടുണ്ടായല്ലോ, ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മരപ്പട്ടി കൂട്ട്. ഇന്നാ ചായ മോന്ത്. അല്ല ചേച്ചി, ചായക്ക് കടിയൊന്നുമില്ലേ? അതെ, അധികമായാലും അമൃതം വിഷ. ചേച്ചിയും പറയുന്ന പഴഞ്ചൊല്ല്. എടാ മക്കളെ, മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുണ്ട് സൗരഭ്യം. എറിപ്പോടിയകത്ത് മക്കള് പറ. ആ ചേട്ടാ, ഈ ക്രിക്കറ്റ് കളിക്കാർ കോഴ വാങ്ങുന്നതിനെ എടാ, കുറിച്ച്? നായ നടുക്കടലിൽ ചെന്നാലും നക്കിയ കുടിക്കൊള്ളടാ. ഇപ്പോഴത്തെ +2 കുറിച്ച് എന്താണ് പറയുന്നത്? നായര് പിടിച്ച പുലിവാലി. അല്ല, ഈ ജനകീയ പോലീസ്? എടാ, ചത്ത കൊച്ചിന്റെ ജാതകമാക്കിട്ട് എന്താടാ കാര്യം? അതെ അതെ അതെ. അച്ഛാ, ഞാൻ കോളേജിലേക്ക് പോവാ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഞങ്ങളിന്ന് ടൂറിന് പോകാ. അത് അങ്ങനെ വരുള്ളടി. അമ്മ വേരിയാടിയാ മകള് മതിൽ ചാടും. എന്റെ മോള, എന്റെ സ്വന്തം. ചേട്ടന്റെ മോള് ഗ്ലാമർ ആണല്ലോ. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കുട്ടിലാണല്ലടാ മോനെ. പെരകത്തുമ്പോ വാഴ വെട്ടരുതടാ. ചേട്ടാ. എടാ, ഇലലക്കിപ്പട്ടിയുടെ ഇറുതക്കിപ്പട്ടി. എന്തോ? ആനക്കാര്യം പറയുമ്പോ ചേനക്കാര്യം പറയുന്നോട്ടാ. ചേട്ടാ, ഞങ്ങൾ തമാശ പറഞ്ഞല്ലേ? അരിയതിന്ന് ആചാരിച്ചേം കടിച്ചിട്ടാണടാ പട്ടിക്ക് മുറുമുറുപ്പ്. ഞങ്ങൾ ആ ടൈപ്പല്ലേ. അറിയാട്ടാ, അറിയാ. മുണ്ണിയെ കാണുമ്പോൾ അറിയാ ഊരില പഞ്ഞം. അയ്യോ, ഇയാളെന്ത് പറയുന്നത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടിയിട്ട് കാര്യമില്ലടാ. പൊട്ടാ പുറത്ത്. അവര് പോയടി, പുകഞ്ഞ കൊള്ളി പുറത്തടി. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവര് തല്ലി കൊന്നെന്ന്. ഉവടി ഉവടി അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങാടാ പുള്ളി അറിയൂ. ഓ, തന്റെ ഒരു പഴഞ്ചൊല്ല്. ഇതൊന്ന് നിർത്തിക്കോളൂ. തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കാതെ കയറി പോട്ടിയകത്ത് എട്ടിരിക്കുമ്പോ ടൈലാടണ. ആഹാ, ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എടോ, കള്ളന് കഞ്ഞി വെച്ചവനെ. എന്താടി? ഇട്ടുകൊണ്ട് ഓട്ടടിച്ചവനെ. നീ എന്തെടുക്കാൻ പോണ്ടി? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഒന്നിട്ട് യാതൊരു കാര്യമില്ല. തന്റെ തല ഞാൻ അടിച്ചു പൊളിക്കണോ? തലക്കെട്ടടിച്ചാലും വയറ്റത്തടിക്കരുതടി. ഈ പഴഞ്ചൊല്ല് പറഞ്ഞിരിക്കാതെ ഇലക്ഷനാ വരുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ച് 10 പാട്ട് എഴുതി കുറച്ച് കാശുണ്ടാക്കാൻ നോക്കണോ? എന്തിനാടി 10 പാട്ട് എഴുതുന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഒറ്റപ്പാട്ട് മതിയല്ല. അതേത് പാട്ടാ? വെള്ളി കെട്ടിയ തലമുടിയുള്ളൊരു വലിയമ്മാവൻ, മുഴുവൻ പല്ല് കാട്ടി ചിരിച്ച് നടക്കണ വലിയമ്മാവൻ, പാപം മാറാൻ ഗുരുവായൂര് തൊഴുതു മടങ്ങുമ്പം ചിലർക്കിടയ്ക്കൊരു പാരപണിയണ വലിയമ്മാവൻ, കേരളം ഇന്നു ഭരിച്ച് നടക്കണ കുഞ്ഞമ്മാവൻ, എന്നും ഏഷ്യാനെറ്റിൽ കോമഡി പറയണ കുഞ്ഞമ്മാവൻ, റോമിൽ ചെന്ന് മിമിക്രി കാട്ടി പോപ്പു തിരിച്ചപ്പം കുന്തേം കൊണ്ട് കടന്നു കളഞ്ഞൊരു കുഞ്ഞമ്മാവൻ. മൈക്ക് കണ്ടാൽ പാട്ട് പാടണ മറ്റൊരു മാമൻ, നാട്ടിലെ വിദ്യാഭ്യാസം തോളത്തേറ്റിയ മന്ത്രിയമ്മാവൻ. മൈക്ക് കണ്ടാൽ പാട്ട് പാട
ഒരു പുലിവാലായി 10 ജയിച്ചവർ പെരുവഴിയായി DPP കുതിര കളിക്കണ ബീജമാമൻ ചാരായ കടയടച്ചു കൂട്ടിയ ചെറിയമ്മാവൻ അങ്ങനെ മുടിയന്മാരുടെ ശാപം കിട്ടിയ ചെറിയമ്മാവൻ തലയ്ക്കു മീതെ ഇടിയും വെട്ടി തീമഴ പെയ്താലും ക്ഷമാന്നൊരക്ഷരം ഉരിയാടാത്തൊരു ചെറിയമ്മാവൻ ക്ലിന്റൺ സാറിന് പൂജിക്കുന്നൊരു നീലമ്മാവൻ എന്നും സുന്ദരിമാരെ സ്വപ്നം കാണണ നീലമ്മാവൻ ക്ലിന്റൺ സാറിന് പൂജിക്കുന്നൊരു നീലമ്മാവൻ കണ്ണിൽ കാമബാണം കൊണ്ടു നടക്കണ നീലമ്മാവൻ രഹസ്യമായൊരു പെണ്ണിനെ എന്ന് വളയ്ക്കാൻ ചെന്നപ്പം അത് പരസ്യമായി വാലുമുറിഞ്ഞൊരു നീലമ്മാവൻ പാർട്ടിക്കാരൊത്തു കളിച്ചു പത്രക്കാരേറ്റു പിടിച്ചു സ്ഥാനവും പോയി മാനവും പോയി വീട്ടിലിരിപ്പായി വെട്ടി വിദഗ്ധൽ ഹോബിയാക്കിയൊരച്ചുമ്മാവൻ എന്നും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് കളിക്കണൊരച്യുതമാവൻ വയലിനുള്ളിൽ വാഴയും ചേനയും തെങ്ങും കണ്ടെന്നാൻ വെട്ടിമുറിച്ചിട്ടഹസിക്കണൊരച്യുതമാമൻ വെള്ളി കെട്ടിയ തലമുടിയുള്ളൊരു വലിയമ്മാവൻ മുഴുവൻ പല്ല് കാട്ടി ചിരിച്ചു നടക്കണ വലിയമ്മാവൻ പാപം മാറാൻ ഗുരുവായൂര് തൊഴുതു മടങ്ങുമ്പം ചിലർക്കിടയ്ക്കൊരു പാരമണിയണ വലിയമ്മാവൻ കേരളം ഇന്നു ഭരിച്ചു നടക്കണ കുഞ്ഞമ്മാവൻ എന്നും ഏഷ്യാനെറ്റിൽ കോമഡി പറയണ കുഞ്ഞമ്മാവൻ റോമിൽ ചെന്ന് മിമിക്രി കാട്ടി പോപ്പു തിരിച്ചപ്പം കൊന്തേ കൊണ്ട് കടന്നു കളഞ്ഞൊരു കുഞ്ഞമ്മാവൻ പ്രിയ പിച്ചക്കാരെ, സൗഖ്യമാ? നമ്മളിവിടെ ഫുട്പാത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അന്തസ്സോടെ തെണ്ടി ജീവിക്കുന്ന നമ്മളെ രാഷ്ട്രീയക്കാരും പോലീസുകാരും റൗഡികളും ദിനം പ്രതി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞിടെ നമ്മുടെ പിച്ച അസോസിയേഷൻ പ്രസിഡന്റ് ദണ്ഡമാണിയുടെ വീട്ടിൽ ഇൻകം ടാക്സുകാർ കയറി ചെന്നു. മിന്നൽ പരിശോധന നടത്തി. ആമാ, കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടക്കുന്ന നമ്മളെ ഇവർ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു? ഇതിനെതിരെ പിച്ചക്കാരായ നമുക്ക് പ്രതികരിക്കണ്ടേ? വേണം. അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയും കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയും വേണ്ടി വന്നാൽ വൻപിച്ച തെണ്ടി യാത്ര നമ്മൾ നടത്തും. മതി മതി മതി, തൃപ്തിയായി. മൈക്ക് ഞാൻ സെക്രട്ടറിക്ക് പിച്ച കൊടുക്കുന്നു. സെക്രട്ടറി വാഴ്ക, സെക്രട്ടറി വാഴ്ക, സെക്രട്ടറി വാഴ്ക. நன்றி நன்றி. அருமையான பிச்சைக்காரே, நீங்களுக்கு ஒரு சந்தோஷ வார்த்தை. பித்த அசோசியேஷன் தமிழ்நாடு பிரான்ச் வழி நீங்களுக்கு மொபைலாയി പിറ്റ സെൻഡാൻ ഹുണ്ടായി കാർ, ഇൻഡിക്ക കാർ, ഷീലോ കാർ എന്നീ കാറുകൾ ലോണിൽ തരുന്നതാണ്. എന്തിനാണ് ലോൺ ആക്കണത്? റെഡി ക്യാഷ് പറയാ, എണ്ണിത്തരാം. എടാ പണക്കാരൻ പുച്ചക്കാരാ. അതുക്കും അപ്പുറം മറ്റൊന്ന്, ഇന്നിവിടെ TV ചാനലുകൾ നിറഞ്ഞു പോച്ചയ്യാ. ഏത് പിച്ചക്കാരനും ചാനൽ തുടങ്ങുന്ന இந்த കാലത്തിലെ പിച്ചക്കാരായ നമുക്ക് എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ? അമ്മമാരെ, തായ്മാர்களே, പുള്ളകളെ, பெற்றோர்களே, பெரியோர்களே, தாய்மார்களே, பிச்சைக்காரே நம்ம சேனல் ஸ்டார்ட் பண்ணிட்டே. சேனலோட பேரு ரொம்ப பிரமாதம். சொல்லு. நான் சொல்லட்டுமா? പറയപ്പാ. പറയட்டுமா? പറയപ്പാ. പിച്ചை ചാനൽ. പ്രിയ പിച്ചക്കാരെ, ഇപ്പോൾ എങ്ങനെ പിച്ചയെടുക്കാം, പിച്ചയെടുത്ത് എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് പിച്ച യൂണിയൻ പ്രസിഡന്റ് പിച്ചപ്പാപ്പച്ചനും പിച്ചക്കാരും നടത്തുന്ന വൻ പിച്ച ഗാനമേള. മുനിയാണ്ടി എവിടേടാ? ബാണ്ടക്കെട്ടും കൊണ്ടുവാടാ. ശുപ്പാണ്ടി എവിടേടാ? പിച്ച തെണ്ടാൻ പോടാ പോടാ. പോയിട്ടയ്യാ. മുനിയാണ്ടി എവിടേടാ? ബാണ്ടക്കെട്ടും കൊണ്ടുവാടാ. മുനിയാണ്ടി ഞൊണ്ടി ഞൊണ്ടി വീട് തെണ്ടാൻ പോടാ പോടാ. പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ഒച്ച വെച്ച് പോടാ പോടാ. ചിന്ന ചിന്ന കുളന്തകള് പയറ്റത്തടിച്ച് പാടാൻ പോടാ. മുട്ടുകാലും മടക്കി കെട്ടി ഒറ്റക്കാലിൽ തൊങ്ങിപ്പോടാ. എല്ലാരും ഗ്രൂപ്പുകളായി പല വഴിക്ക് തെണ്ടാൻ പോടാ. പിച്ച തെണ്ടി കിട്ടണ കാശി എന്റെ കയ്യിൽ കൊണ്ടെത്താടാ.
എല്ലാരും കൂലി വാങ്ങി തണ്ണി അടിച്ച് കിറങ്ങിപ്പോടാ കാലത്തെ 8 മണിക്ക് കേള ചെയ്യാൻ തിരുമ്പി വാടാ മുനിയാണ്ടി ഞൊണ്ടി ഞൊണ്ടി വീട് തെണ്ടാൻ പോടാ പോടാ ഇച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ഒച്ച വെച്ച് പോടാ പോടാ നാട്ടുകാര് മൊത്തം ഇപ്പം പിച്ചകളായി മാറി സാറ് പിച്ച തെണ്ടാൻ ചമ്മല സാറേ മന്ത്രിമാര് ഇടക്കിടക്ക് ഫ്ലൈറ്റിൽ കയറി ലോകം ചുറ്റി നാണം കെട്ടും തെണ്ടണില്ലേടാ അവരെ പോലെ വില കളഞ്ഞ് തറകളാകാൻ ഞങ്ങളില്ല അന്തസ്സുള്ള തെണ്ടികളല്ലേ മരമണ്ട നീ അന്തസ്സും മാന്യതയും നോക്കി എന്നാൽ നിന്റെ ആശ പൂർത്തിയാകുമ്പോ ആ കോപാറ മുക്കിലെ ഫ്ലാറ്റ് ഒരെണ്ണം വാങ്ങണം ഫ്ലൈറ്റ് ഒരെണ്ണം സ്വന്തമാക്കണം കോവളത്ത് സ്റ്റാർ ഹോട്ടൽ വാങ്ങിയതിൽ താമസിക്ക് ബീച്ച് മൊത്തം പിച്ച തണ്ടെണ്ണം ഒരു യൂറോപ്യൻ ലേഡിയെ ഞാൻ മുന്നിൽ വന്നാൽ നീ എന്ത് ചെയ്യടാ ആ ലേഡിയെ ഞാൻ ആ ലേഡിയെ ഞാൻ ലൈനടിച്ച് പാട്ടിലാക്കി താലി കെട്ടി ലണ്ടനിൽ പോയി തെണ്ടി നടക്കും ഓ നിന്നെ സമ്മതിക്കണോടാ മുനിയാണ്ടി ഞൊണ്ടി ഞൊണ്ടി വീട് തെണ്ടാൻ പോടാ പോടാ ഇച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഒച്ച വെച്ചു പോടാ പോടാ ആഹാ ചിന്ന ചിന്ന കുളന്തകള് വയറ്റത്തടിച്ച് പാടാൻ പോടാ മുട്ടുകാല് മടക്കി കെട്ടി ഒറ്റക്കാലിൽ തൊങ്ങിപ്പോടാ പിച്ചതണ്ടി ചെല്ലു നേരം ഡോറടക്കണ സാറന്മാര് അകത്ത് കയറി തെറി വിളിക്കണം 5 പൈസ തൊട്ട് തരും ചേട്ടനൊരു 10 രൂപ തിരിച്ചു കൊടുത്തു നാണം കെടുത്തണം കൊരച്ചു ചാടും പട്ടികളെ ഇറച്ചി കാട്ടി പുറകെ നടത്തി പട്ടി പിടുത്തക്കാർക്ക് കൊടുക്കണം പിച്ചതണ്ടി ബോറടിച്ചാൽ ആളില്ലാത്ത വീട്ടിൽ കയറി TV കണ്ട് വിശ്രമിക്കണം ഇപ്പൊ ശബരിമല സീസണിൽ നോമ്പെടുത്ത് പിച്ചതണ്ടിയാൽ നല്ല തുക ബാങ്കിൽ അടക്കാം എന്റെ വ്യാകുല മാറാവേ പിന്നെ കൊടുങ്ങല്ലൂർ ഭരണി നാളിൽ പൂരപ്പാട്ട് കേട്ടിട്ടുണ്ടാം പുതിയ തരം തെറികൾ പഠിക്കാം നാട് നീള അമ്പലവും പള്ളികളും ഉള്ള കാലം തെണ്ടികൾക്ക് പേടിക്കേണ്ടടാ പട്ടയടിക്കല്ലേ കൂട്ടുകാരെ നിങ്ങൾ ചങ്ക് തകർക്കണ കള്ളുകുടി കള്ളും കുടിച്ച് തങ്കപ്പൻ എങ്ങോട്ട് പോകുന്നിപ്പോ വീട്ടിൽ ചെന്നാൽ പെണ്ണുമുള്ള പിടിച്ചലക്കും മോനെ ഞാനാടാ പന്ന് അടിപൊളി ഹലോ മട്ടനുണ്ടോ മട്ടൻ മട്ടനല്ല വേണമെങ്കിൽ നമുക്ക് തമ്മിലൊന്ന് മുട്ടാടാ വാടാ കൊഞ്ചാ കൊഞ്ച നിന്റെ നെഞ്ചിയെ പഞ്ചറാക്കും അവന്റെ ഒരു കൊഞ്ചല് ഹലോ ഞണ്ടണ്ട അത് പണ്ട് അപ്പൊ ഞണ്ടില്ലേ തണ്ട് കാണിച്ച നിന്നെ പണ്ടത്തെ കലക്കും മിണ്ടാതെ നിൽക്കണ പന്നി ഇറച്ചിയൊന്നുമില്ലേ കുറച്ച് തിന്ന എന്നിട്ട് പട പന്നി ഹലോ ഈ കടിച്ചു വലിക്കാൻ വല്ലതുണ്ടോ കടിച്ചു വലിക്കാൻ കടിച്ചു വലിക്കാൻ ഒന്നുമില്ല വേണമെങ്കിൽ വലിച്ചു പിടിക്കാൻ റബ്ബർ ബാൻഡ് തരാം മതിയാ കടിച്ചു വലിക്കാൻ നീ എന്താ പട്ടിക്കുഞ്ഞ ചേട്ടാ തൊട്ടുകൂട്ടാൻ തരാമോ തൊട്ട് കൂട്ടാനല്ല നിനക്ക് എഴുതി കൂട്ടാൻ തരാം ഇന്ന പേപ്പറും പേരും ഇപ്പൊ നിന്റെ പറ്റെത്രയെന്നറിയോ ഞാൻ നല്ല പറ്റാ നീ നല്ല പറ്റാ ഷാപ്പില് അതുപോലെ തന്നെ നീ നല്ല ഫിറ്റാ എടുത്ത് പോണ ചട്ട് വെള്ളം പൊത്തു ആൾക്കാർക്ക് വെള്ളം പൊത്തു നീ എന്താണ് ശേഖര പായം തലനായിട്ട് പറഞ്ഞത് അതെന്റെ കുടികിടപ്പ് അവകാശമാണ് കൂട്ടിക്കിടപ്പ അവകാശ ഞാൻ ഇവിടുന്ന് കുടിക്കും ഫിറ്റായാലും ഇവിടെ തന്നെ കിടക്കും അതെന്റെ അവകാശമാണ് കുടികിടപ്പ് അവകാശം എടാ മോഹനോ നീ ഇങ്ങോട്ട് വന്നേടാ സാധാരണ നീ ഞാൻ 4 കള്ളടിച്ചാലോ ഫിറ്റാണ് ഇന്നിപ്പോ ഒരു പഠിച്ചപ്പോ തന്നെ എന്റെ വേലൂരി പോയ മോനോ ആശാന്റെ കപ്പാസിറ്റി പോയേ
അതെ ആശാനടിച്ചത് ഒറിജിനല്ല, നല്ല മൂത്തത്. എടാ നീ എന്തിനാടാ നിന്നെക്കാട്ടെ മൂത്തല്ലേടാ ഞാൻ? എന്ത് പണ്ടാരോടാ നീ കള്ളി കലക്കി തന്നത്? ആശാന അഭ്യാസം കാണിക്കരുത്. അഭ്യാസം കാണിച്ച നീ എന്ത് ചെയ്യൂടാ? ഈ ഷാപ്പിയും കത്തിക്കും മോനെ. ആഹാ അത്രക്കായോ? താ കത്തിക്കണോ മോനെ? ഇന്ദുടോ ഇന്ദുടോ, ആശാനെ തല്ലി കൊല്ലണ്ട. എന്താ മോനെ ദിനേശ? ഇവനെന്നെ തല്ലി മോനെ. ആശാന തല്ലല്ല, വേണ്ടി വന്നാ കൊല്ലും ഞാൻ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ ആശാൻ കുടി നിർത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ, ആശാന്റെ പറ്റിൽ 1 2 കുപ്പി വാങ്ങിത്തരാം ഞാൻ. കൊണ്ടുപോയി കൂൾ സോഡയൊഴിച്ച് കുടിച്ച് ആശ തീർക്കാം നിനക്ക്, വാശി തീർക്കാം. 1 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടം വന്നിരിക്കുന്നു. പഴയ കുടിയന്മാരെ കാണാനും പുതിയ കുടിയന്മാരെ പരിചയപ്പെടാനും. നീ പോ മോനെ ദിനേശ. മോനെ ദിനേശ, മോനെ ദിനേശ, ഞാൻ വന്നുടാ, വന്നു. അയ്യോ, എത്തിയല്ലേ? എനിക്കറിയാം മാവേലി നേരത്തെ വരുമെന്ന്. കൊച്ചു കള്ളൻ. നീ ഇവിടെ സിംഹന്നോ പുലിയെന്നൊക്കെ കേട്ടു. വെറും സിംഹമല്ല തിരുമേനി, നരസിംഹം. എപ്പ വന്നാലും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ നിനക്ക്. നീ എന്തിനാ ഇതിലൊക്കെ വന്ന് ചാടണേ? മായം കലക്കുന്നവരെയും ചായം കലക്കുന്നവരെയും കുത്തിന് പിടിക്കുന്നത് തെറ്റാണോ? പറമാവേലി. പരമാവേലി. അതെ, ഇപ്പൊ എന്താ പ്രശ്നം? മോനെ ദിനേശ, പ്രശ്നം നീ തന്നെയാണ്. എല്ലുമുറിയെ പണിയെടുത്ത് പള്ള നിറയെ കള്ളടിക്കാൻ വരുന്ന പാവപ്പെട്ട കുടിയന്മാർക്ക് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കുമ്പളങ്ങയും ഗുളികയും ചേർത്ത് കള്ളെന്ന് പറഞ്ഞ് നീ വിൽക്കുന്നത് കള്ളല്ലടാ, വിഷമാണ്, വിഷം. ആൾക്കാർ വിഷം കൊടുക്കണേ, നിനക്കെന്താണ് വിഷമം? വെളിവില്ലാതെ നിൽക്കുന്ന കുടിയന്റെ കൃഷ്ണമണിയിൽ മീൻചാറ് കോരി ഒഴിക്കല്ലേ. നീ പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ. നിന്നോടല്ലേ പറഞ്ഞത്? നീ കേട്ടില്ലേ? നീ പോടാ മോനെ ദിനേശ. പഴം കഞ്ഞി വെള്ളത്തെ കള്ളുപോലാക്കിയോ, ആടി നടക്കുന്ന സപ്ലയർ മോഹന, നീ ഇതിൽ ചേർത്തത് ആനമയക്കിയോ. ലഹരി അധികം ഇതിനടാ, ഹരിഹരാ കുടിയടാ, ഹരിഹരാ കുടി. കൊടുക്കണ കള്ളും കറിയും പള്ള നിറച്ചു വലിച്ചു കയറ്റി മേലെ ഷാപ്പിൽ പൂരപ്പാട്ടും തമ്മിൽ തല്ലും, ആകെ അടിപൊളി വേണം, അടിപൊളി വേണം. ഈ നാടൻ കള്ളിൽ ഗുളിക കലക്കി നാടൻ മാറ്റും ചേർത്ത് കലക്കി വിൽക്കണ കള്ളും പിച്ചു കെറിഞ്ഞ് കുടിയന്മാർ ചില കണ്ണും തള്ളി പോണേ, തേറോട്ടിൽ വീണേ. ചെത്തുകാരന്റെ കൂണ്ടേ, വാറ്റുകാരൻ മണിയുണ്ടേ, ചെത്തുകാരന്റെ കൂണ്ടേ, വാറ്റുകാരൻ മണിയുണ്ടേ, പലരുണ്ടേ. ചാരായ ശിരോമണി, കൊടുവാള് ശങ്കരൻ, പപ്പനാവൻ, ഒരു കാലൊടിഞ്ഞ ബെഞ്ചിന്മേൽ ഒളിച്ചിരുന്നടിക്കുന്ന പങ്കജാക്ഷ. ഏയ് പങ്കജാക്ഷ, കണ്ണില മുക്കില്ല തെല്ലും വെളിവില്ല, ഉച്ചക്കിരുന്നിട്ട് തച്ചിനടിച്ചിട്ട് തെക്കേ വീട്ടിലെ കല്യാണത്തിന് വിരുന്നു വന്നൊരു മുതുകിളവിയ പുറകെ നടന്ന് ലൈൻ അടിച്ചപ്പോ തല്ലുകൊണ്ടതും പല്ലുപോയതും കണ്ണടിച്ചതിൻ ഫലമെട, ഇതിന് ഗുണമെട. ഏതാങ്കണക്ക ഈ ഞാങ്കണക്ക, ഏതാനടിച്ചാൽ തല്ലും ബഹളും, ഞാനടിച്ചാൽ പാട്ടും കുത്തും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ടെമ്പറന്നോരുടെ മുതുകത്തിരിയുടെ മേളം, ഓതൊടിയുടെ താളം, തൊപ്പോ തലയിൽ കൂളം, ഓരോന്നൊരു പാളം. അബ്കാരി ശങ്കരനുണ്ണിയും കോൺട്രാക്ടർ മാധവനുണ്ണിയും പല ഷാപ്പും ലേലത്തിൽ പിടിച്ചേ. നാലാള് കൂടണമുക്കിൽ നാട്ടാര പെരുവഴിയാക്കാൻ ഒരുപാട് ഷാപ്പ് ഇവർ തുറന്നേ. ജോലിക്കും വേലയ്ക്കും കാലത്തെ പോകാതെ പലരും ഷാപ്പിൽ ചെന്നിരിപ്പാണിപ്പോ. ദേവട്ട കളക്കിയ നാടൻ കള്ളിത് പല പല പേരിൽ നാട്ടിൽ സുലഭം, ആനമയക്കി ചങ്ക് കലക്കി കണ്ണുരുട്ടി മൂല വെട്ടി എട്ടടി വീരൻ, ഭാര്യാവർത്തിന് വെട്ടിക്കൂട്ടും തട്ടിക്കൂട്ടും കാർഗിൽ വീരൻ, കുളിക കലക്കി മുതുമണവാട്ടി തന്റെ തല്ലി. അയ്യയ്യേ ഞങ്ങളില്ലേ കള്ളടിക്കാൻ, ഞങ്ങളില്ലേ അയ്യയ്യേ ഞങ്ങളില്ലേ കള്ളടിക്കാൻ.
എന്താകും നിന്റെ ഗതി വട്ടണ വെട്ടണ നേരം പോലും പട്ടയടിച്ച് കിറങ്ങി നടക്കും തട്ടണ മുട്ടണ കാര്യങ്ങൾക്കും എട്ടണ പത്തണ പിരിവ് നടത്തി കമ്പനി കൂടി പിമ്പിരിയായി ഉത്സവമുറ്റത്തുണ്ടും തള്ളും എട്ടാളുണ്ട് കൂട്ടത്തല്ലും എന്തിന് വേദിന് എന്ത് ശീലം അയ്യയ്യേ ഞങ്ങളില്ലേ കള്ളടിക്കാൻ ഞങ്ങളില്ലേ അയ്യയ്യേ ഞങ്ങളില്ലേ കള്ളടിക്കാൻ മേളം റോട്ടില് മേളം വീട്ടില് മേളം നാട്ടില് മേളം ഷാപ്പില് മേളം റോട്ടില് മേളം വീട്ടില് മേളം നാട്ടില് മേളം ഷാപ്പില് മേളം അയ്യോ റോട്ടില് മേളം അയ്യോ വീട്ടില് മേളം അയ്യോ നാട്ടില് മേളം. സത്യം പറയടാ, നീയല്ലടാ 16 പീഡിപ്പിച്ചത്. അയ്യോ ഞാനല്ലേ, എനിക്കറിയാൻ പാടില്ലേ. അപ്പൊ നീ അറിയാങ്കി പീഡിപ്പിക്കലോടാ. അയ്യോ സാറേ. എടാ വരുന്നുണ്ടാ ആര്? SI തെളിഞ്ഞ കേസ് പിന്നെയും തെളിയിപ്പിച്ച ആളാ. പോലീസിൽ ഒറ്റയാനാടാ. നിന്നെ ഇന്ന് ചോദ്യം ചെയ്ത് തടക്കൂടാ. എന്താണിത്? ഇതാണോ സല്യൂട്ട്? സല്യൂട്ട് ചെയ്യുമ്പോൾ അറിയില്ലേ സാധനങ്ങളെ? സല്യൂട്ട് ചെയ്യുമ്പോൾ നല്ല ഗാംഭീര്യം വേണം. ദാ ഇങ്ങനെ പോരാ പോരാ, അതിലെവിടെ ഗാംഭീര്യം? ഈശ്വരന്മാരെ വളരെ കറക്റ്റ്. ഈശ്വരാ, ഇവിടെ കള്ളന്മാരെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഇങ്ങോട്ട് മാറിക്കണ. എന്താ നിങ്ങൾ കാണിക്കണേ? നിങ്ങൾക്കും ഇല്ല അമ്മയും കള്ളന്മാരും? എടോ ഇടിക്കുന്നതിനൊരു താളം വേണം. തനിക്കറിയില്ലേ? ശ്രുതി മാതാ ലയ പിതാ. മനസ്സിലായില്ല സാർ. എടോ ശ്രുതി അമ്മയും താളം അച്ഛനുമാണെന്ന്. അപ്പൊ താളം എല്ലാത്തിനും വേണ്ടേ? ഞാൻ കാട്ടിത്തരാം എങ്ങനെ ഇടിക്കണ്ടെന്ന്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കട കള്ള. താ തേയ് 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 താ തേയ് തേയ് തേയ്. ഇങ്ങനെ ഇടിക്കണം. അപ്പൊ അവർക്ക് ശ്വാസം വിടാനും നേരം കിട്ടും. സാർ സ്റ്റാൻഡിൽ നിർത്തനെ പൊക്കിയിട്ടുണ്ട്. കണ്ടിട്ട് ഭീകരനാന്ന് തോന്നണവൻ. എവിടാ കശ്മലൻ? എന്റെ കൈകൾ തരിച്ചിട്ട് വയ്യ. ഇങ്ങോട്ട് നീങ്ങിക്കണം. എന്താ നിന്റെ പേര്? എന്റെ പേര് വീരമുരളി. എടാ വീരാ, നിനക്കെന്നെ ഓർമ്മയില്ലേ? അപ്പുക്കുട്ട മാഷിന്റെ കീഴിൽ നമ്മൾ ഒരുമിച്ച് നൃത്തം പഠിച്ച് നീ മറന്നോ? നീ തില്ലാനടിയപ്പോ ഞാൻ ഇടയ്ക്ക് ലാംഗതിരകടം കളിച്ചിട്ട് തെറ്റിപ്പോയപ്പോളെ മാഷ് നമ്മുടെ ചെവിക്ക് പിടിച്ചുള്ളി. നീ മറന്നോടാ കശ്മല? ഈശ്വരാ, ഞാൻ എല്ലാം ഓർക്കുന്നുണ്ട് സാറേ. അസത്ത് ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ, നീ സാറേ നിന്ന് എന്നെ വിളിക്കണ്ട, എന്റെ പേര് വിളിച്ചാ മതി. സാറെ പഴയ ബന്ധം മുക്കിക്കാണ്ട് അവനെ ചോദ്യം ചെയ്യും. അവൻ ആള് പെശക. ഇന്ന് പോടെ സാധനെ. എത്ര നാൾക്ക് മുമ്പ് കൂട്ടിമുട്ടിയതാ? എടാ വീരമുരളി, എന്ത് സാറേ? നമുക്ക് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയ പാട്ട് താനൊന്ന് പാടിയേ, ഞാൻ നൃത്തം ചെയ്യാം. ഈ ഷൂ കാരണം ചിലങ്ക കെട്ടാൻ എന്ത് പാടാ സാറേ? ഞാൻ പാടട്ടെ സാറേ? നീ പാടട്ടാ. റെഡി 1 2 3 4. കാർമുകിൽ വർണ്ണ കണ്ണാ കരിമുകിൽ വർണ്ണ മുരളിയിലോല എന്റെ വേണുഗോപാല. കാർമുകിൽ വർണ്ണ കണ്ണാ കരിമുകിൽ വർണ്ണ മുരളിയിലോല എന്റെ വേണുഗോപാല. നീ എവിടെ കണ്ണാ? വീരമുരളി അത്രയ്ക്ക് നീട്ടണ്ട, ഞാനിതൊക്കെ മറന്നു. കാർമുകിൽ വർണ്ണ കണ്ണാ കരിമുകിൽ വർണ്ണ മുരളിയിലോല എന്റെ വേണുഗോപാല. കാർമുകിൽ വർണ്ണ കണ്ണാ കരിമുകിൽ വർണ്ണ മുരളിയിലോല എന്റെ വേണുഗോപാല. നൃത്തകലാകേന്ദ്രത്തിൽ കയറി നമുക്ക് ആ ഡാൻസ് ഒന്ന് കണ്ടാലോ? നൃത്തകലാലയത്തിന്റെ വാതിൽക്കൽ എന്താ പോലീസുകാർ തോക്കും പിടിച്ച് നിൽക്കണേ? കണ്ടവരെയൊക്കെ ബന്ദികളാക്കുന്ന കാലമല്ലേ, ഡാൻസുകാർക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുന്നതായിരിക്കും. എവിടെ ഡാൻസ് മാഷ്? മാഷേ, ഡാൻസ് മാഷേ. ഈശ്വരാ, തെറ്റിച്ചു. ഏതേ കുടവേരൻ ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് വയറ്റത്ത് കയറുന്ന അരങ്ങേറ്റം കുറിക്കോ? എന്റെ ജനകീയ ഭഗവതി പടിപാളി, ഇത് പോലീസ് സ്റ്റേഷനാ. അതെ, അരങ്ങേറ്റം നടത്താൻ വരട്ടെ. എന്നെ മനസ്സിലായോ? ഞാനാണ് മാവേലി. ഈശ്വരാ, മാവേലിയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സമസ്ത അപരാധങ്ങളും എന്നോട് പൊറുക്കണം. പൊറുക്കാ തനിക്കെന്താ വരട്ടെ ചൊറിയുണ്ടോ? ഏതീ കശ്മലൻ ഇയാളോട് ചോദിച്ചില്ലല്ലോ. അയ്യടാ സാധനം കൂട്ടുകൂടാൻ വന്നിരിക്കണേണ്ടില്ലേ? അതെ, നൃത്തം നടക്കട്ടെ, ഞങ്ങള് പോവാ. എന്റെ പൊന്നു സാർ, ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കാതെ പ്രതി ഒന്ന് ചോദ്യം ചെയ്യ്. എടോ PC, താൻ തന്നെ അവനെ ചോദ്യം ചെയ്തോ? ഇവിടെ വാടാം. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ. നീ ആരടാ? ഗുണ്ടല്ലടാ നീ. ഞാൻ ഗുണ്ടയല്ല സാറേ. നീ ഗുണ്ടയല്ലടാ. നീ ഗുണ്ട, നിനക്കിനി ഗോതമ്പുണ്ട. നീ ഗുണ്ട, നിനക്കിനി ഗോതമ്പുണ്ട. കേസിന്റെ തുമ്പു കിട്ടാൻ ഇടിച്ച് നിന്റെ കൂമ്പു വാട്ടും. നിനക്കീ ലോകപ്പിൽ കിടക്ക. നീ ഗുണ്ട,
ഗോതമ്പുണ്ട. ഇടികൊണ്ട് മോങ്ങണ്ട, കണ്ണുരുട്ടി കാട്ടണ്ട, തൊണ്ട കീറി തെണ്ടി നീ കാറണ്ട. മുണ്ടയല്ല തെണ്ടിയല്ല എന്റെ കയ്യിൽ തൊണ്ടിയില്ല, മിണ്ടാൻ പോലും വയ്യാണ്ടായി. മുണ്ടുമുണ്ട് ഉലിയണ്ട, തുങ്ങിച്ചാകാൻ ഒരുങ്ങണ്ട, ജാമ്യം കിട്ടി വീട്ടി പോകാൻ നോക്കണ്ട. പണ്ടേ നമ്മൾ കണ്ടതല്ലേ, ഒന്നിച്ചിരുന്നുണ്ടതല്ലേ, ഉണ്ട കണ്ണ ചാണ്ടി കുഞ്ഞ് ഓർക്കണ്ടേ. ഏതോ ന്യാസം പറഞ്ഞ പോടോ എനിക്കെട്ടും തോലത്തുന്ന നിന്നെ ഞാൻ ഉരുട്ടും. പുറത്തിറങ്ങിയാൽ ഇരുട്ടടി അടിക്കും ഞാൻ, ചെല്ലിലിട്ട് തല്ലി എന്നാൽ എല്ലൊടിക്കും പുല്ല്. ഇല്ല കേസിൽ കുടുക്കിയാൽ തല്ലിക്കൊല്ലും തന്നെ. ഓണം കേറാ മൂലയിലേക്ക് സ്ഥലം മാറ്റി കളയും ഞാൻ. തമാശ പറഞ്ഞല്ല. ഞാനോ ഗുണ്ട താടോ ഗോതമ്പുണ്ട, ഉണ്ടതാടാ ഞാനാര ഗുണ്ട പോലീസുകാരാ തലക്ക് ഭ്രാന്ത. കള്ളനെന്ന് വിളിച്ചെന്റെ പള്ളക്കിട്ട് തൊഴിച്ചിട്ട് ഉള്ള കാശ് മൊത്തം കൊള്ള അടിച്ചില്ലേ. കൊള്ളയല്ല കള്ളമല്ല, പെണ്ണും പുള്ളിക്ക് ഒരു നല്ല പുള്ളി സാരി വാങ്ങാൻ എടുത്തതാ. മുട്ടനിടി ഇടിച്ചെന്റെ നട്ടലിന്റെ നെട്ടുമ്പോട്ടും വാരിക്കൂട്ടി എടുക്കുവാൻ തുനിഞ്ഞില്ലേ. മറക്കട ചെറുക്കാ നീ വെറുക്കല്ലേ, പൊറുക്കട ആളുമാറി കസ്റ്റഡിയിൽ എടുത്തതാ. ഒഴക്കല്ലേ പൊന്നുമോനെ, ഉള്ള കാര്യം പറയടാ. സ്വാധീനം അറിയോ തൊപ്പികളയല്ലേ പൊന്നുമോനെ. പഞ്ചായത്ത് മെമ്പറുടെ അളിയന്റെ ബന്ധു, ആ ബന്ധുവിന്റെ അയലത്തെ വീട്ടുകാരൻ ചന്തു, ആ ചന്തുവിന്റെ സ്വന്തക്കാരൻ സുന്ദരന്റെ സുഹൃത്ത് ഞാൻ. അങ്ങനെ ഇങ്ങനെ ചെറിയൊരു ബന്ധപ്പെടൂ. അത് ശരി, പോകണ്ട പോകണ്ടേ നീ പോകണ്ട. എടാ നീ ഗുണ്ട, ഇനി ഗോതമ്പുണ്ട. നിനക്കിത് കാളരാത്രി, ഇത് നിന്റെ അന്ത്യരാത്രി. നിനക്കിനി ദൈവത്തെ വിളിക്കാം. എന്താ കമ്മത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? എല്ലാരും കൂടി നമ്മളെ ഇടിക്കാൻ കൊടുത്തോടോ. ഇടി കൊള്ളാൻ കൊടുത്തത് അവർ നമ്മളെ ഇടിക്കാൻ കൊടുത്തപ്പോൾ നമ്മൾ ഓടാൻ കൊടുത്തോട്ടെ. ഓടാനും ഇടികൊള്ളാനും എന്താ കാര്യം? അതൊരു മെഗാ കഥയാണോ. അതൊരു എപ്പിസോഡാക്കി പറഞ്ഞാൽ മതി. എന്നാലും ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ട് പറയാൻ കൊടുക്കാം. എന്താ പറയാ കൊടുക്ക്, ഞങ്ങൾ കേൾക്കാ കൊടുക്കാം. തടിക്ക് എന്തറിയാമോ കൂടെ വേണം. നമ്മുടെ അടുത്ത വീട്ടിലെ രാമൻ ഷെട്ടി ഉണ്ടല്ലോ, അയാൾ ഇന്നലെ മരിച്ചു പോയടോ. അയ്യോ, പാവമായിരുന്നു. അയാളുടെ 3 പാറിമാരെ ചവിട്ടി കൊന്നിട്ടുണ്ട്, പക്ഷെ പാവമായിരുന്നു അയാൾ. ആഹാ, അത് ശരി. ഇത്രയൊക്കെ ചെയ്തിട്ട് അയാൾ പാവായിരുന്നോ? ആ പാവമല്ലടോ, അയാൾ ചെയ്തത് പാപമണ്ണ പാപം. എന്ത് പണ്ടാരെങ്കിലാകട്ടെ, അയാൾ മറിക്കാൻ കൊടുത്തു. എന്നിട്ട് അയാൾ ദയിപ്പിക്കാൻ വെച്ചു. അയാളെ മൂത്ത മകനുണ്ടല്ലോ റാവു ഷെട്ടി, അയാൾ കീ കൊടുക്കാൻ വന്നു. നമ്മൾ തടഞ്ഞു. അയാൾ വീണ്ടും കൊടുക്കാൻ വന്നു. നമ്മൾ വീണ്ടും തടഞ്ഞു. അങ്ങനെ കൊടുക്കൂ തടുക്കൂ, കൊടുക്കൂ തടുക്കൂ, കൊടുക്കൂ തടുക്കൂ. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവസാനം അവർ ദേഷ്യം പിടിച്ച് നമ്മളെ എടുത്തിട്ട് അടിച്ചു. നിർത്ത്. തീ കൊടുക്കാൻ പോയപ്പോ താനെന്തിനാ അവരെ പിടിച്ച് തടഞ്ഞേ? പണ്ടാറുമ്പോ തീ കൊടുത്താൽ പോലീസ് പിടിക്കുമ്പോഴോ? തീ കൊടുത്താൽ പോലീസ് പിടിക്കുന്നത്? എടാ കുമ്പളക തളയാ, നാമണ നക്കമണ കടകളിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ല. തീ കൊടുക്കരുത് തന്നെ. നിർത്ത്. തീ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. താനെന്തിനാ ഇങ്ങനെ ചന്തം തിരി കത്തിച്ച് പിടിച്ചിട്ട് ഓട്ടി നടക്കണ? എന്തിനാ തുക്കമക്ക ചോണ കൊള്ളേ? എടോ നമ്മൾക്ക് വലിയുടെ അസുഖമുണ്ടെന്നേ. ആസ്മയുടെ അസുഖമുണ്ടെങ്കിൽ ചികിത്സിച്ചാ പോരെ? ആസ്മ എനിക്കല്ല, താടിക്കാണ് പണ്ടാരം. പുകവലി ഉണ്ടല്ലോ, പുകവലി. അതാണ് നമ്മൾക്ക്. പുകവലിക്കണമെന്ന് തോന്നുമ്പോൾ ആറ് തീ തരലടോ. അതുകൊണ്ടാണ് നമ്മൾ ചന്തത്തിന് കത്തിച്ച് പിടിച്ച് നടക്കുന്നത്. എനിക്കിഷ്ടായി, ഭയങ്കര ഇഷ്ടായി. ആട്ടെ, താനെന്തിനാ ഈ സഞ്ചി മറച്ചു പിടിക്കുന്നത്? സഞ്ചിയിലെന്താ? അത് നമ്മൾ പറയില്ല.
തിരുമേനി ഇയാള് കമ്മത്തല്ല കബത്ത് സഞ്ചിയിൽ വല്ല കള്ളക്കടത്തുമായിരിക്കും. പോടെ പണ്ടാർമേ, സഞ്ചിയിലുള്ളത് പഴാൻ കൊടുത്താൽ നമ്മളെ പോലീസ് പിടിക്കുമ്പോൾ പണ്ടാറും. എന്താ സഞ്ചിയില് കമ്മത്തെ? ഇതൊരു കോഴിയാടോ. കോഴി എന്തിനാണ് ഇങ്ങനെ മറച്ചു പിടിക്കണേ? ഇവിടെ കോഴി വാങ്ങിയാൽ CBI പിടിക്കുമേടോ. കോഴിയെ വാങ്ങി CBI പിടിക്കുന്നു, അതെന്താ? എടോ, നമ്മുടെ ക്രിക്കറ്റ് കുത്തി കളിക്കാരുണ്ടല്ലോ, പാവങ്ങൾ, അവർ രാവ് പകൽ ക്രിക്കറ്റ് കളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാനായി ഒരു കോഴിയെ വാങ്ങിയത് പ്രശ്നമായില്ലേ? അവരെ CBI പിടിച്ചു. കോഴിയേതാന്നറിയാത്ത പോഴാ ഓടാ. എന്റെ തിരുമൽ ദേവാ, അവിടുത്തെ കിട്ടിയോരേടി, ഇവിടുത്തെ കിട്ടിയോരേടി, കാച്ചിക്കുളിക്ക എണ്ണയ്ക്ക് പോയാൽ കടന്നെ കിട്ടുവോരേടി. എന്റെ ദൈവമേ, ഒരുത്തൻ സംഖ്യയായിട്ട് പോയപ്പോ ദേ ഒരുത്തൻ ചാക്കായിട്ട് വരുന്നു. പടച്ചോൻ, ഇതാരാണ് മാവേലിയ? അസ്സലാമലൈക്കും. വാലേക്കും മുസ്ലാം. തീരാൻ എങ്ങോട്ടാ ചാക്കായിട്ട്? എന്റെ പൊന്നു മാവേലി, ഈ ചാക്കില് മുഴുവൻ നോട്ടാണ്. മനസ്സിലായി. ചായക്കടയിൽ ലാഭം കിട്ടിയ കാശ് ബാങ്കിൽ അടയ്ക്കാൻ പോകുകയായിരിക്കില്ലേ? ഒന്നും പറയണ്ട എന്റെ മാവേലി, ഒഴിയാബാധ എന്ന് പറഞ്ഞാ മതിയില്ല. ഒരു പ്രയോജനവും ഇല്ലാത്ത നമ്മുടെ ബാപ്പാടെ കണക്കാണ് ഇപ്പോഴത്തെ നോട്ടിന്റെ കാര്യം. അതെന്താ ബീരാനെ? നമ്മള് ബാപ്പാനെ മൂത്താപ്പാന്റെ വീട്ടിൽ കൊണ്ടേ കളയും. നമ്മള് വീട്ടിലെത്തുന്നേക്ക് മുമ്പ് അവിടെ അവര് കളയാൻ വെച്ച ഉമ്മുമാനെയും കൂട്ടി ബാപ്പ വീട്ടിലെത്തും. അതുപോലെയാണ് ഇപ്പോഴത്തെ നോട്ടിന്റെ കാര്യം. അതെന്താ? നമ്മളിത് ആരുടെങ്കിലും പെടലിക്ക് വെക്കാൻ നോക്കും, അത് ഇരട്ടിയായിട്ട് നമ്മുടെ തലയിൽ പിന്നെയും വരും. ഇപ്പോഴത്തെ നോട്ടിന്റെ കാര്യം പറയാണ്ടിരിക്കാണ് ഭേദം മാവേലി. എന്താ നമ്മുടെ നോട്ടിന്റെ കുഴപ്പം? കണ്ടം വെച്ചൊരു നോട്ടാണ്, കണ്ടാലറക്കണ നോട്ടാണ്. നോട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടേൽ സെല്ലോട്ടേ പാണ്. ഇത് കണ്ടം വച്ചൊരു നോട്ടാണ്, കണ്ടാലറക്കണ നോട്ടാണ്. നോട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടേൽ സെല്ലോട്ടേ പാണ്. മുതലാളികൾ അവർ ബാങ്കിലടക്കണ പടപട പെടക്കണ നോട്ടല്ല, തൊഴിലാളികൾ അവർ മടിയിൽ തിരുകി പിങ്കി പഴകിയ നോട്ടാണ്. മുതലാളികൾ അവർ ബാങ്കിലടക്കണ പടപട പെടക്കണ നോട്ടല്ല, തൊഴിലാളികൾ അവർ മടിയിൽ തിരുകി പിങ്കി കീറിയ നോട്ടാണ്. ഇത് കണ്ടം വച്ചൊരു നോട്ടാണ്, ഇത് പണ്ടേ ഇറക്കിയ നോട്ടാണ്. 5ന്റെ 2ന്റെ നോട്ടാണ്, ഇത് കിട്ടിയ കഷ്ടപ്പാടാണ്. എവിടെയുമിപ്പോ ബാക്കി തരുന്നത് അവല് കണക്കൊരു നോട്ടാണ്. ഇത് തച്ചിനിരുന്ന് ഒട്ടിച്ചാലോ കാണാം 5 നോട്ടാണ്. എവിടെയുമിപ്പോ ബാക്കി തരുന്നത് അവല് കണക്കൊരു നോട്ടാണ്. തച്ചിനിരുന്ന് ഒട്ടിച്ചാലോ കാണാം 5 നോട്ടാണ്. ഇത് കണ്ടം വച്ചൊരു നോട്ടാണ്, കണ്ടാലറക്കണ നോട്ടാണ്. നോട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടേ സെല്ലോട്ടേ പാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കിനി നോട്ടൊട്ടിക്കല് തൊഴിലാക്കാം. ബിരുദവും വേണ്ട, വിവരവും വേണ്ട, എംപ്ലോയ്മെന്റിൽ പോകണ്ട. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കിനി നോട്ടൊട്ടിക്കല് തൊഴിലാക്കാം. ബിരുദവും വേണ്ട, വിവരവും വേണ്ട, എംപ്ലോയ്മെന്റിൽ പോകണ്ട. ഇത് കണ്ടം വച്ചൊരു നോട്ടാണ്, കണ്ടാലറക്കണ നോട്ടാണ്. നോട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടേൽ സെല്ലോട്ടേ പാണ്. സായിപ്പന്മാർ എന്തിനു വെറുതെ ലോകം കാണാൻ ചുറ്റുന്നു? നമ്മുടെ നോട്ടിൻ്റോട്ടെ കൂടി ലോകം മുഴുവൻ കാണാലോ. ഈ സായിപ്പന്മാർ എന്തിനു വെറുതെ ലോകം കാണാൻ ചുറ്റുന്നു? നമ്മുടെ നോട്ടിൻ്റോട്ടെ കൂടി ലോകം മുഴുവൻ കാണാല. ഇത് കണ്ടം വച്ചൊരു നോട്ടാണ്, ഇത് ഇന്ത്യക്കാരുടെ നോട്ടാണ്. നോട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടേൽ സെല്ലോട്ടേ പാണ്. എനിക്ക് മതിയായിടോ. ഓണം കൂടാൻ ഇറങ്ങിയിട്ട് എല്ലാം കണ്ടും കേട്ട് എനിക്ക് മതിയായി. എല്ലാവർക്കും സ്വന്തം കാര്യമാണ് വലുത്, ഓണത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നേരാ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലാനും വെട്ടിമരിക്കാനും ഇവിടെയുള്ളവർക്ക് നേരമുള്ളൂ. പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എന്റെ ജനങ്ങൾ കഴിയുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ ഡൂപ്പേ. എന്റെ നാട് നശിച്ചു പോയിടോ. Hoy, 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 hoy.
ഇന്ന് സർക്കാർ പറയും പുരോഗതി, ഈ സർക്കാർ പറയും പുരോഗതി. ഈ ഭാരതത്തിൽ ഇന്ന് മൊത്തം 100 കോടി ജനമുണ്ട്. ജനങ്ങൾ മുഴുവനും പട്ടിണിയിൽ കഴിയുമ്പോൾ ഭരിക്കുന്നോർ പറയും ഇതാണ് പുരോഗതി. ഇന്ന് നാടിന്റെ ഗതിയോ അധോഗതി. ഈ നാട്ടിൽ ജീവിച്ചിപ്പം മതിയായടോ, തലതല്ലി ചാകാനിപ്പം കൊതിയാണടോ. തമ്മിൽ തല്ലണ കൊല്ലണ കോടികൾ കക്കണ രാഷ്ട്രീയം മതിയായി നാട്ടാരുടെ അധോഗതി. ഈ നാടിന്റെ ഗതിയോ അധോഗതി. ഇന്ന് സർക്കാർ ജോലി കിട്ടാൻ അടിപിടിയ, ഇപ്പൊ പഞ്ചിങ് കാർഡ് വന്നേ പിന്നെ നെഞ്ചത്തടിയ. കട്ടൻ ചായ കുടിക്കുവാൻ കഷ്ടപ്പെട്ട് നടന്നോന് പെട്ടെന്നെങ്ങാൻ ഒരു പണി കിട്ടിപ്പോയാൽ പിന്നെ പണി കൊടുത്തോനും പണിയാ. പിറ്റേന്ന് കൊടി കൊടി ഓന്റെ വീടിന്റെ പടിക്കൽ കൊടി കൊടി. പണി കൊടുത്തോന്റെ കാര്യം അധോഗതി. ക്രിക്കറ്റ് കളിയുണ്ട് കാണാനിടി, കളിക്കാര് കോഴപ്പണം വാങ്ങാനിടി. ക്രിക്കറ്റ് കളിയുണ്ട് കാണാനിടി, അക്കളി ഇന്നു വെറും കോഴക്കളി. ഇന്ന് കാശങ്ങാനും തരാമെന്ന് ആരെങ്കിലും പറഞ്ഞെന്നാൽ കളി തോറ്റു കൊടുക്കാനിടി. ഇതാണോ കളി കളി? ഇത് നാട്ടാരെ പറ്റിക്കണ പോഴങ്കളി, സ്വന്തം നാടിനെ ചതിക്കണ കിർക്കൻ കളി. കേന്ദ്ര സർക്കാർ കൂട്ടി റേഷൻ വില, ഈ ഓണം കൊണ്ടാടാൻ എന്താ വഴി? കൊടും പട്ടിണിയിൽ പെട്ട് ജനമാകെ നട്ടം തിരിയുന്നു. പട്ടിണി കിടന്നു പല പാവങ്ങളും മരിക്കുന്നു, ഭരിക്കുന്നു ചിരിക്കുന്നു.